വിദ്യാർത്ഥികളിൽ ഗവേഷണാത്മക പഠനം ഉറപ്പാക്കുന്ന സ്ട്രീം ഇക്കോസിസ്റ്റം ലേണിംഗ് ഹബ്ബ് മാടായി GBVHSSൽ സജ്ജമായി. മാടായി BRCക്ക് കീഴിലെ മുഴുവൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകും വിധമാണ് ലേണിംഗ് ഹബ്ബ് ആരംഭിച്ചിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണാത്മക പഠനത്തിന് പ്രാധാന്യം നൽകിയാണ് സമഗ്ര ശിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കിയത്. ഇതുവഴി സ്കൂൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം സൃഷ്ടിക്കാനും ഗവേഷണത്തെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പഠനരീതിക്ക് പ്രാമുഖ്യം കൊടുക്കാനും കഴിയും. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മാടായി BRCക്ക് കീഴിലെ സ്ട്രീം ഇക്കോസിസ്റ്റം ലേണിംഗ് ഹബ്ബാണ് മാടായി GBVHSSൽ ആരംഭിച്ചിരിക്കുന്നത്. M. വിജിൻ MLA ലേണിംഗ് ഹബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ കുട്ടികളുടെ പഠനത്തിനപ്പുറം എന്താണ് വിദ്യാഭ്യാസം എന്നതിൻ്റെ യഥാർത്ഥ പൂർത്തീകരണമാണ്. കേവലം സിലബസുകൾ മാത്രം പഠിച്ച് പരീക്ഷ എഴുതി പഠിച്ച് മുന്നോട്ട് പോവുക എന്നതിനപ്പുറം വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാടുകൾ വിദ്യാർത്ഥികളിൽ എത്തിക്കാം. ഇത് കേവലം മാടായി സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ പ്രദേശത്തുള്ള ഏത് സ്കൂളിലെ ഏത് കുട്ടിക്കും ഇവിടെ വരാനും ഇവിടെ ഈ സംവിധാനം അവരുടെ ആശയങ്ങൾ അത് പുതിയ തലങ്ങളിലേക്ക് രൂപപ്പെടുത്തി കൊണ്ടുവരാൻ, എന്താണ് അവരുടെ ഒരു ആശയം അതിനെ രൂപപ്പെടുത്താൻ, അതിനെ ഡെവലപ്പ് ചെയ്യാൻ, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒക്കെ പറ്റുന്ന ഒരു കേന്ദ്രം കൂടിയായിട്ടാണ് ഈ സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു സ്ട്രീം പ്രൊജക്ടിൽ 30 കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് പരിശീലനം നൽകുകയെന്ന് പ്രൊജക്ട് എക്സ്പേർട്ട് PV സ്നേഹ പറഞ്ഞു. ടെക്നോളജി, റോബോട്ടിക്സ് അതിൻ്റെ എല്ലാം ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു സഹായത്തോടു കൂടി, എക്സ്പേർട്ട് മാത്രമല്ല ടീച്ചേഴ്സിൻ്റെ ഒരു ഹെൽപ്പോടു കൂടി കുട്ടികൾക്ക് അവർക്ക് എന്താണ് ഐഡിയ കൊണ്ടുവന്നാൽ ഇങ്ങോട്ട് ഐഡിയ ജനറേറ്റ് ചെയ്ത് ഈ ഹബിലേക്ക് എത്തിയാൽ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് അവർക്ക് എക്സ്ട്രാ എന്താ കണ്ടുപിടിച്ചതെന്ന അതുകൊണ്ട് ഹബിന് പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊരു ഫ്രീ കുസാറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ കോഴ്സ് പോലെയാണ്. കുട്ടികൾക്ക് എക്സ്ട്രാ ഫീ ഒന്നും ഈടാക്കുന്നില്ല. ഈ സ്കൂൾ ഏത് സ്കൂളിലെ കുട്ടികൾക്കാണ്, BRCക്ക് കീഴിലെ ഏത് സ്കൂളിലെ കുട്ടികൾക്കാണെങ്കിലും അവരുടെ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടെ ഇവിടെ എത്തിയാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഈ ഹബിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു അധ്യക്ഷത വഹിച്ചു. EC വിനോദ് മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ ഡോക്ടർ P ഷീജ, ഡോക്ടർ PK സബിത്ത, CP മുഹമ്മദ് റഫീഖ്, P രാജൻ, M ഹൈമ, MV വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.